എടാ ഈ സംഭവം എന്താന്ന് വെച്ചാലേ തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാലും പോലെ ഭയങ്കര തിരക്കാണ്. ആഴ്ചയിൽ 7 ദിവസം തികയില്ല ഇവിടെ. കാരണം ഒരു 2-3 ദിവസം കുറഞ്ഞത് പടവലത്ത് പോകണം. അവിടുത്തെ പരിപാടികള് കാര്യങ്ങള്. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഹോം സ്റ്റേ തുടങ്ങിയാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പാറമട ഹോം സ്റ്റേ. അത് കാരണം നിന്ന് തരിക സമയമില്ല. നമ്മളല്ലേടാ മെയിന്. അതുകൊണ്ട് തന്നെ എടാ മെയിൻ ഒന്നുള്ള ഒരു കോള് വന്നു. ഏതോ നമ്പർ കുറേ വിളിക്കണം പിന്നെടുക്ക. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് പരിപാടി നടക്കില്ല. ഒരാഴ്ചത്തിന് നീട്ടി വെക്കാൻ പറ്റൂ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ വിളിക്കാവേ. അങ്ങോട്ട് പറഞ്ഞു ജയമാന എന്താ ഇങ്ങോട്ടൊക്കെ. എടാ നിന്നെ എത്ര തവണ ഞാൻ വിളിച്ചു. എപ്പോ വിളിച്ചു? നീ ഫോൺ എടുത്ത് നോക്കിയേ. ഞാൻ വേറെ കോളിലായിരുന്നു, തിരക്കിലൊക്കെ ആയിട്ടേ. നീ അതൊന്നും നോക്കടാ. എന്റെ നമ്പർ സേവ് ചെയ്തല്ലേ? വന്ന നമ്പർ നിന്റെ ആയിരുന്നല്ലേ? ഞാൻ സേവ് ചെയ്തായിരുന്നടാ. പക്ഷെ ഇത് എന്തോ പറ്റിയത് അപ്ഡേറ്റ് ആയപ്പോ ഉരുണ്ട് കളിക്കില്ല കേസ്. നിന്നെ വിളിച്ചെന്തിനാന്നറിയാ? നീ അന്ന് പാറമട മറ്റേ ഹോം സ്റ്റേയുടെ കേസ് പറഞ്ഞില്ലേ? അതിന്റെ എത്ര പെർസെന്റേജ് വരാമെന്ന് നീ പറഞ്ഞേ? കമ്മീഷന് അതൊരു 1.5%. 1.5 പറ്റില്ല. 1.5% പുണ്യം ഉണ്ടോ? പുണ്യം എനിക്ക് വേണ്ട. നീക്ക് പെർസെന്റേജ് ആണെങ്കിൽ തരണ്ട്. പൈസ കൂടുതൽ കാണും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ടീമിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ടീമുണ്ടോ? നമ്പർ അയക്കട്ടെ? എന്നാ പിന്നെ അയക്കി. എത്ര തരും? കൂട്ടി തരാം. എത്ര കൂട്ടി തരാടേ? തരണം. തരും. നമ്പർ കിട്ടി. പുള്ളിയുടെ പേര് തരും. ഗോപാലനോ ബാലഗോപാലനോ അങ്ങനെ എന്തോ ആണ്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഞാൻ നമ്പർ അയച്ചു തരാം. അതെ അല്ല ഒരു മിനിറ്റ്, ജോയ്മേനടാ പ്രശ്നമുള്ള കേസൊന്നും അല്ലല്ലോ. സൂപ്പർ ഫാമിലി എന്റെ അടുത്ത് പറഞ്ഞു. സൂപ്പർ ഫാമിലി ആന്ന്. ആര് പറഞ്ഞു? എടാ സുകേഷ് ഇല്ലേ? എടാ പാലാരിവട്ടത്തുള്ളത്. എടാ വിജിലേഷിന്റെ അനിയൻ സുകേഷ്. എടാ ഹോം സ്റ്റേ നടത്തുന്നത്. അതന്നെ. ഞാൻ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവിടെ പാറമടയിൽ ഒരു ഹോം സ്റ്റേ തുടങ്ങിയിട്ടുണ്ടെന്ന്. അവിടെ ഗസ്റ്റുകള് ഫില്ലായി കഴിയുമ്പോ എനിക്ക് ഗസ്റ്റിന് തരാണ്. ഞാൻ അവനൊരു പെർസെന്റേജ് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. നടക്കുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടടാ. മതി 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 മതി. അപ്പൊ അവൻ തന്ന നമ്പറാണ് ഞാൻ അയച്ചിട്ടുണ്ട്. അവൻ തന്ന ടീമാണെങ്കിൽ ആള് ഓക്കെയാണ്. എടാ സൂപ്പർ ഫാമിലിയാണ്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒറ്റ ദിവസം വന്ന് നിൽക്കുന്നു, പിറ്റേ ദിവസം പോകുന്നു. നീ വിളിച്ച് സെറ്റ് ചെയ്താ പെർസെന്റേജ് മറക്കരുത്. പെർസെന്റേജ് അങ്ങ് തരാം. തന്നില്ലെങ്കിൽ അന്ന് വന്ന പോലെ വരും. ടീമുണ്ട്, വരും. ഞാനൊരുത്ത് പെർസെന്റേജ് അല്ലടാ. കൊടുക്കില്ല. ഹലോ ഗുണഗോപാൽ. ഗോപാല സാറല്ലേ? ഗോപാല സാറ്. വി ഗോപാല, വേണുഗോപാല സാറല്ലേ സാറേ? സാറേ എൻ്റെ പേര് കേശവനാണ് സാറേ. നമ്മള് പാറമട ഹോം സ്റ്റേ എന്ന് വിളിക്കുകയാണേ. സാറേ പാറമട ഹോം സ്റ്റേ. അതെ 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 അതെ. തണല് പറഞ്ഞ അതെ അതെ അവര് പറഞ്ഞ ആ സ്ഥലം തന്നെ സാറേ. നമ്മളിവിടെ അടുത്ത് തന്നെ. ഞാൻ ലൊക്കേഷൻ അയക്കാം. സാറേ സംഭവം എന്താന്ന് വെച്ചാല് നമുക്ക് ഇപ്പൊ ഒരു ഗസ്റ്റ് ഉണ്ട്. ഒരു 10-10:30 ആകുമ്പോഴത്തേനും ഒരു വെക്കേറ്റ് ചെയ്യും. ഓക്കെ, ആ സമയത്ത് ഓക്കെയാണ് സാറേ. ശരി സാറേ, ശരി സാറേ, താങ്ക് യു. ഓക്കെ സാറേ, ഓക്കെ ബൈ, സീ സാർ. ഓക്കെ. ഗുണഗോപാലനോ? വേണുഗോപാല സാർ. വേണുഗോപാലനോ? അതേത് സാർ? നമ്മുടെ അളയാ ഗസ്റ്റ് സെറ്റ് ചെയ്ത്. ഗസ്റ്റ് ഇപ്പൊ വരും. ലച്ചാച്ചി റൂം സെറ്റ്. ഗസ്റ്റ് ആയിന്നാ? സാധാരണ ഗസ്റ്റ് വരുമ്പോ എന്നെയാണല്ലോ വിളിക്കാറ്. അതോ എല്ലാ തവണയും ചേച്ചി തന്നെ വിളിക്കണമെന്നുണ്ടോ? ഇത് കുറച്ച് വളഞ്ഞ വഴി വന്ന ഗസ്റ്റ് ആണ്. ഇവിടെ മര്യാദക്ക് വരുന്ന ഗസ്റ്റുകൾ തന്നെ ഒരു വിധത്തിലാ പോകുന്നത്. അപ്പോഴാ വളഞ്ഞ വഴി വരുന്ന ഗസ്റ്റ്. അളിയാ ഇവര് സെറ്റ് ഫാമിലിയാണ്. സൂപ്പർ ഫാമിലി ആണ്. നിന്റെ പോലെ പരിചയക്കാരാ? അല്ല പിന്നെ അത് നമുക്ക് അറിയാവുന്ന നമ്മുടെ ഈ പാലാരി അടുത്തുള്ള തണൽ ഹോം സ്റ്റേ ഇല്ലേ? ആ ഹോം സ്റ്റേയില് ആള് ഫില്ലാവുമ്പോ ഇങ്ങോട്ട് വിടും ആളെ. ഞാൻ ഒരു ഇന്റർലിങ്ക് സെറ്റ് ചെയ്തതാണ്. ആര് കൊണ്ടുവന്നത് അറിയൂ? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ജോയ്മോൻ. ജോയ്മോനാണോ? എടാ ഇത് ശരിയാവത്തില്ലടാ.
അളിയാ അവൻ ഇപ്പൊ പഴയതൊന്നുമില്ല, അവൻ ആൾ സെറ്റായി. ഇപ്പൊ അവൻ സൂപ്പറാണ്. അവന് നമ്മൾ കമ്മീഷൻ കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവന് നമ്മൾ കമ്മീഷൻ കൊടുക്കണം, അവൻ മറ്റേ തണലിലെ പുള്ളിക്ക് കമ്മീഷൻ കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ 2 കമ്മീഷൻ. ആ അപ്പൊ ജോയ്മോന് കമ്മീഷൻ, തണലിലെ പുള്ളിക്ക് കമ്മീഷൻ, നാട്ടുകാർക്കൊക്കെ കമ്മീഷൻ, ബാക്കി നമുക്ക് എന്ത് കിട്ടും? ചേച്ചി അതിനാണ് ഇതിന്റെ ട്രിക്ക്. അതായത് നമ്മള് റൂം റെന്റ് കയറ്റരുത്. അപ്പൊ അവര് വിചാരിക്കും നമുക്ക് മാത്രം എന്താ റൂം റെന്റ് കൂടിയെന്ന്. അതിന് പകരം ബാക്കിയുള്ള ബില്ലിലെല്ലാം കൂടെ കുറച്ച് പൊടിക്കൈയൊക്കെ ചേർത്ത് കയറ്റി അങ്ങ് വിടണം. അറിയില്ല എടാ ഇതൊന്നും ശരിയാവത്തില്ലടാ, ശരിയാവത്തില്ല. അളിയാ ഇത് ബിസിനസ്സാണ്, ബിസിനസ്, അല്ലാതെ പുണ്യത്തിന് പരിപാടിയൊന്നും അല്ലല്ലോ. മാത്രല്ല കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഫണ്ട് കയറ്റുകയൊക്കെ ചെയ്യാം. ജീവിക്കണല്ലേ നമുക്ക്. ഓക്കെ അല്ലേ? ആ ഓക്കെ. റൂം സെറ്റ് ഞാൻ സെറ്റ് ചെയ്യാനോ? നീ പോയി സെറ്റ് ചെയ്യ്. എന്നാ ഞാൻ സെറ്റ് ചെയ്യാം. കമ്മീഷൻ എന്തായാലും മറക്കല്ലേ അവർക്ക് എല്ലാവർക്കും. ജോയ്മോന്റെ കെയർ ഓഫിൽ വന്ന ടീമാ, വള്ളിയാവൂ. ഏയ് നമുക്ക് നോക്കാമേ. അയ്യോ ആ തറക്ക് ചിലപ്പോ നോവും. ഇത്തിരി വൃത്തിയായിട്ട് അമർത്തി തുടക്കി വെച്ചേ, ആ അരിവും മൂലയൊക്കെ ചേർത്ത്. ആന്റി അവിടെ ആ തൂണിന്റെ താഴെ അവിടെ കാരണം നമ്മുടെ ഇരുമ്പ് ബസ്സല്ലേ അതിന്റെ അടിയിൽ അതിന്റെ അപ്പുറത്ത് അവിടെ സൈക്കിളിന്റെ കീഴ് ഒക്കെ വൃത്തിയായിട്ട് തുടക്കി. ടൈലൊക്കെ ഇങ്ങനെ വെട്ടി തിളങ്ങണം. പഴയതുപോലെ അല്ല, ഗസ്റ്റ് ഒക്കെ വരുന്നതാ. കാരണം ആ ഊഞ്ഞാലിന്റെ ഭാഗത്ത് തുടങ്ങണേ, കാരണം അവര് വരുന്നതാണേ. അവര് ചിലപ്പോ അവിടെ പോയി ഇരിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ അടി വൃത്തിയായിട്ട് ആ കസേരയുടെ താഴെയും കൂടെ. ഇപ്പുറത്തെ സൈഡ് ചേർത്ത് തൊടാ. അതാകുമ്പോ ഒരു സ്ക്വയറിലങ്ങ് തുടച്ചു വരാല്ലേ. ആ തൂണിന്റെ അരിവും ചേർത്ത് തുടച്ചിങ്ങി വരെ. ആന്റി ഒന്നും വെള്ളക്ക് നോക്കിയാ മാറാല, അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. അത് ഇത് വെച്ച് ക്ലീൻ പൈസ ചെയ്യാൻ മുടിയാതില്ലേ? അല്ല ഇത് കഴിഞ്ഞിട്ട് മതി. ഇനി ഏതാവത് ഇരിക്കാ? അതിന്റെ ആ സൈഡും കൂടെ ഒന്ന്. പിന്നെ അവിടെ കുറച്ച് പുല്ലും ഉണ്ട്. என்ன நீங்க நினைச்சிட்டு இருக்கீங்க? நான் என்ன குப்பின்னு வந்த பூதமா? எல்லா வேலையும் நானே தனியா செய்யறதுக்கு எல்லாருமா தானே செய்யணும். അത് സംഭവം കനാൻറ്റി പറഞ്ഞാലും കാര്യമുണ്ട്. എങ്കിലും നമ്മളാരെങ്കിലും ആന്റിയെ സഹായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി കേൾക്കൂലല്ലോ. அது நான் கேட்க மாட்டேன். അപ്പൊ പിന്നെ ആന്റി തന്നെ ചെയ്യേണ്ടി വരും. அப்படின்னா நான் ஒன்னு சொல்லட்டா? இந்த கெஸ்ட் வர நாளைக்கு எனக்கு ஏதாவது டிப் கொடுப்பீங்களா? ടിപ്പ് തരും. ചേച്ചി ടിപ്പ് കൊടുക്കണേ. നമുക്ക് ഈ ഹോം സ്റ്റേയുടെ മൊത്തം വരുമാനം ഉണ്ടല്ലോ, ആ വരുമാനത്തിൽ നിന്ന് നമ്മൾ ഒരു ഷെയർ ആന്റിക്ക് തരാം. അല്ല സിദ്ധു? അതെന്താന്ന് വെച്ചാൽ നീ നോക്കിച്ചാ മതി. അല്ല അങ്ങനെയല്ല, അത് മൊത്തം വരുമാനത്തിൽ നിന്ന് കൊടുത്താ അങ്ങനെ ശരിയാവണേ. എന്റെയൊക്കെ വരുമാനം മാറ്റിയിട്ട് ഒരു മാറ്റലും ഇല്ല കേട്ടാ. അതിനൊന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, എല്ലാം അങ്ങോട്ട് ഇറങ്ങി പോന്നല്ലേ ഉള്ളൂ. എന്റെ അമ്മൂമ്മ അങ്ങോട്ട് ഇറങ്ങി പോയാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരത്തുള്ളൂ. അതെ അവര്